ഐ നോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് ഗാഡ്ജറ്റ് സീരീസാണ്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, ഗാഡ്ജറ്റ് സീരീസിന് നമുക്ക് ഈ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം ഡെലിവർ ആവാനുള്ള ടൈമും കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ സെക്കൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള ആപ്പ് സീരീസ്, ഗെയിം സീരീസുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മുടെ ആപ്പ് സീരീസാണ്, ഗെയിം സീരീസ് എന്ന്. നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നതുമായിട്ടുള്ള 5 ആപ്സ്, ആൻഡ്രോയിഡ് ആപ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തത് ആൽബോ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വാസ് പ്ലാനിങ് ടു എക്സ്പ്ലോർ ട്രിവാൻഡ്രത്തുള്ള കുറച്ച് ഫുഡ് സ്പോട്ടുകൾ. അപ്പോൾ നമ്മൾ ഈ ഫുഡ് സ്പോട്ടുകൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണും, ഒരുപാട് റീലുകൾ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു റീൽ എടുത്ത് സേവ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ സേവ്ഡ് സെക്ഷനിൽ പോയി നമ്മളിങ്ങനെ പരതും. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആൽബോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഈ ആൽബോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കുറച്ച് പെർമിഷൻസ് ഒക്കെ കൊടുത്ത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് റെസിപ്പീസ്, സ്ഥലങ്ങൾ, ഫിലിമുകൾ, ബുക്കുകൾ, പ്രോഡക്ട്സ്, വർക്ക്ഔട്ട്, സോഫ്റ്റ്വെയർസ് എന്തെങ്കിലും സജസ്റ്റ് ചെയ്ത വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവൻറ്റ്സ്, ആർട്ടിക്കിൾസ്, ട്യൂട്ടോറിയൽ, ഗെയിംസ്, ഇതെല്ലാം പ്രോപ്പർലി കാറ്റഗറൈസ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഫുഡ് സ്പോട്ടുകളാണ് വേണ്ടത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഇൻസ്റ്റഗ്രാം റീൽ സ്ക്രോൾ ചെയ്തതിന് ശേഷം എനിക്ക് പോവേണ്ട, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റീൽ കണ്ടു, അതിനകത്ത് അവർ ലൊക്കേഷൻ പറയുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിനകത്ത് ഷെയർ ബട്ടൺ കൊടുത്തതിന് ശേഷം ഷെയർ ബട്ടണിൽ ആൽബോ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് സെലക്ട് ചെയ്ത് അതിനെ പ്രോപ്പർലി ടാഗ് ചെയ്ത് സേവ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഡേറ്റ അക്യുമുലേഷൻ മൊത്തം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നമ്മുടെ ആൽബോ എന്ന ആപ്പ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു ലൈബ്രറി കിട്ടും. സേവ്ഡ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്, സേവ്ഡ് പ്ലേസസ് എന്ന് പറഞ്ഞിട്ട്, അതും സേവ്ഡ് പ്ലേസസ് പ്രോപ്പർലി എവിടെയാണ് മാപ്പിൻ്റെ അകത്തുനിന്നുള്ളതും പ്രോപ്പർലി അനലൈസ് ചെയ്ത്, അതായത് ആ റീലിനെ കംപ്ലീറ്റ്ലി അനലൈസ് ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കലി സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് നിങ്ങളുടെ റീലിനെ ഒരു സേവ് ചെയ്ത് വെക്കുകയല്ല ചെയ്യുന്നത്, ആ റീലിനെ മൊത്തത്തിൽ ഇത് അനലൈസ് ചെയ്യും. ഇപ്പോൾ ഒരു മൂവിയെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് ഏത് മൂവിയാണെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ആ മൂവി എവിടെയൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം പ്രോപ്പർലി എടുത്ത് കാറ്റഗറൈസ് ചെയ്ത് തരുന്ന ഒരു ആപ്പാണ് ആൽബോ. ഞാൻ ഇൻസ്റ്റഗ്രാം ചുമ്മാ ഈ മീംസ് തോണ്ടുന്നതിന് പകരം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിക്കാനും ട്യൂട്ടോറിയൽസൊക്കെയാണ് ഞാൻ കൂടുതൽ കാണാറ്. എനിക്ക് ഈ ആപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ. അടുത്ത ആപ്പ് മിററിഫൈ. ഓ മൈ ഗോഡ്, ഈ ആപ്പിനെ പറ്റി എനിക്ക് എടുത്ത് തന്നെ പറയണം. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയുണ്ട് എൻ്റെ നെറ്റ്. അപ്പോൾ നെറ്റ് കയറൽ ഭയങ്കര മേജറായിട്ടുള്ളൊരു പ്രശ്നമാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തില്ല. പൊതുവെ ഇപ്പം ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ മുടിയെ കേളിംഗ് ക്രീം ഉപയോഗിച്ചിട്ട് ഞാൻ കേൾ ചെയ്ത് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇടാറാണ് പതിവ്. എന്നിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, സൈഡ് ട്രിം ചെയ്ത് ഒരു ഹെയർ സ്റ്റൈലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ഈ ഫ്രണ്ടിൽ പൊതുവെ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പൊക്കി കോതുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ വീഡിയോസിൽ കുറേയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് ഇടാറ്, ഇങ്ങനെ മെസ്സി ഹെയർ ആയിട്ടാണ് ഇടാറ്. അതിന് കാരണമെന്ന് വെച്ചാൽ എനിക്ക് നെറ്റ് കയറുന്നതുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മെസ്സി ഹെയർ ആണോ, അതായത് എൻ്റെ നെറ്റ് കാണാതെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാനായിട്ട് പൊതുവെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് സെൽഫി ക്യാമറ എടുത്തതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് നോക്കും. അതിനൊക്കെ ഒരു എളുപ്പ പരിപാടിയുണ്ട്. ജസ്റ്റ് മിററിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, പെർമിഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നിങ്ങളുടെ മിററിഫൈൻ്റെ ഒരു സാധനം ഉണ്ടാവും. മിററിഫൈ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കണ്ടോ ഒരു ചെറിയൊരു വട്ടം വരുന്നത്. ഇത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് ക്യാമറ ഓൺ ആക്കാനുള്ള ടൈമൊന്നുമില്ല, പെട്ടെന്നൊന്ന് മുടിയൊക്കെ ഒന്ന് ശരിയാണോ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈസി പരിപാടി, അടിപൊളി ആപ്പ്. മൂന്നാമത്തത് നിങ്ങളുടെ വീട്ടിലുള്ള അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും അതേപോലെ തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ളതാണ്. ഈ ഇടയ്ക്ക് എൻ്റെ അച്ഛൻ പറയുന്ന കേട്ടു, ഏതോ ഒരു കപ്പൽ മറിഞ്ഞപ്പോൾ കപ്പലിൻ്റെ കണ്ടെയ്നർ ഓപ്പൺ ആക്കിയപ്പോൾ അതിനകത്ത് മൊത്തം ഐഫോൺ കിടക്കുന്നു. അതൊരു AI വീഡിയോ ആയിരുന്നു, പക്ഷേ എൻ്റെ അച്ഛന് മനസ്സിലായില്ല അതൊരു AI വീഡിയോ ആണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഒരു AI ഡിറ്റക്ടർ, ഇതൊരു ഓഫ്ലൈനായിട്ട് വർക്ക് ആവുന്നതാണ്, പക്ഷേ ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അക്യുറേറ്റ് ആവും. ഇതിനകത്ത് നമുക്ക് 2-3 രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ഏതെങ്കിലും ഒരു സിംഗിൾ ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്പിൾ ഇമേജസിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. വീഡിയോനെ അനലൈസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് ഒറിജിനൽ വീഡിയോ ആണോ, ഫേക്ക് വീഡിയോ ആണോ, അല്ലെങ്കിൽ AI ക്രിയേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ദിസ് ആപ്പ് ഈസ് കൈൻഡ് ഓഫ് വർത്ത് ഇറ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ആപ്പിൻ്റെ പേരാണ് സൈഡ് ഡോഗ്. ഈ ഒരു ആപ്പ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പവർ ബട്ടണിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ബ്ലാക്ക് കളർ സാധനം വരും. ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് എങ്ങനെ യൂസ്ഫുൾ ആവണമെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ വെറുതെ നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് ഒരു സൈഡ് ബാർ വരുന്നതിനാണോ ഇവൻ ഇത്ര ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് പറയുന്നതെന്ന് തോന്നും. നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോർഡിംഗ് പാസ്, ഞാൻ എൻ്റെ ബോർഡിംഗ് പാസുകൾ, എൻ്റെ പാസ്പോർട്ട്, അതേപോലെ തന്നെ എൻ്റെ വിസ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു,
പൊതുവെ ഗൂഗിൾ വാളറ്റിലാണ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഗൂഗിൾ വാളറ്റിനെയും ആധാറിനെയൊക്കെ നമുക്കിവിടെ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. ക്വിക്ക് ആക്സസ് അതാണ് എൻ്റെ ഉദ്ദേശം. പെട്ടെന്ന് നിങ്ങൾ ഗേറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ എപ്പോഴും ഫോൺ ഓപ്പൺ ആക്കി പിടിച്ചിരിക്കാൻ പറ്റില്ല, ഭയങ്കര മെനക്കേടാണ്. എനിക്കാണെങ്കിൽ 3 ഫോണുണ്ട്. അപ്പോൾ ഈ സൈഡ് ഡോക്കിൻ്റെ അകത്ത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പൊതുവെ ആഡ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഗൂഗിൾ വാളറ്റും അതേപോലെ തന്നെ ആധാറിൻ്റെ ആപ്പും. ഈ ആധാറിൻ്റെ ആപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ID കാണിച്ചു കൊടുക്കാനായിട്ട് ഈ ആധാറിൻ്റെ ആപ്പ് കാണിച്ചു കൊടുത്താൽ മതിയാവും. വെരി ആക്സസിബിൾ, വെരി ഈസി ടു യൂസ്. ഫൈനലായിട്ടുള്ള നമ്മുടെ ആപ്പ്, എനിക്ക് എല്ലാ മാച്ചുകളും ലൈവായിട്ട് കാണാനായിട്ട് പൊതുവെ പറ്റാറില്ല. ഞാൻ ചിലപ്പോൾ ഭയങ്കര ഡെഡ് ടയേർഡായിരിക്കും. അപ്പോൾ കിടന്നുറങ്ങും. ഞാൻ ഭയങ്കര ഇമ്മേഴ്സീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര കോർ ഫാനല്ല, പക്ഷേ ഞാൻ ഈ ഫിഫ മാച്ചുകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. പൊതുവേ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാറാണ്. എന്നാൽ സ്കോർ പീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ക്ലബ് സീരീസ് ആൻഡ് എല്ലാ മാച്ചുകളും, ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോൾ, ബാസ്കറ്റ്ബോൾ ആണെങ്കിൽ ബാസ്കറ്റ്ബോൾ, എല്ലാ മാച്ചുകളുടെയും സ്കോഴ്സ് നിങ്ങളുടെ എവിടെ വരും, നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ വരും. ഫോർ എക്സാമ്പിൾ എൻ്റെ ലോക്ക് സ്ക്രീനാണ് ഇതായത്, കണ്ടോ? എല്ലാ മാച്ചിൻ്റെയും ലൈവായിട്ടുള്ള അപ്ഡേറ്റ്സ് എനിക്ക് അവിടെ കാണാം. ഈവൻ ദോ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എനിക്കവിടെ ലൈവായിട്ട് കാണാനായിട്ട് പറ്റും. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പ് ഇൻ്റർഫേസ് ആണ്. ഭയങ്കര ഡീപ്പ് ബ്ലാക്ക് ഒക്കെ കൊടുത്തിട്ട് ഭയങ്കര മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചാർജ് ഒന്നും പോകത്തില്ല. പിന്നെ നിങ്ങളുടെ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കും, വെതർ കാണിക്കും, സമയവും ഇതിനകത്ത് കാണിക്കും, ടെമ്പറേച്ചറും കാണിക്കും. അപ്പോൾ മൊത്തത്തിലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 5 യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞു തന്നത്. iOS ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് ഫാൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ, ഞാൻ iOS ആപ്സും ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ഗാഡ്ജറ്റ് സീരീസിൽ നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഐ നെവർ എക്സ്പെക്റ്റഡ് ദാറ്റ് മച്ച് ഓഫ് സപ്പോർട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നുള്ളത്. ആൻഡ് ഐ വിൽ ബി പോസ്റ്റിംഗ് മോർ വീഡിയോസ് അബൌട്ട് ഇറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊടുത്തായിരിക്കും.